ഹലോ ഗായ്സ്, നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ്. മസനഗുഡി വഴി ഊട്ടി, ദെൻ കുണൂർ. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മഞ്ചേരി പോളിടെക്നിക് കോളേജിലത്തെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചേഴ്സാണ്. അപ്പോൾ മൊത്തം ഒരു 12 പേരുണ്ട്. കുറേ ദിവസത്തെ ഡിസ്കഷനും കുറേ സജഷൻസൊന്നും നമ്മൾ ഫൈനലി ചൂസ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഊട്ടിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മലപ്പുറത്തുനിന്ന് ഏറ്റവും എളുപ്പം പോയി വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് ഊട്ടിയാണ്. രാവിലെ ഒരു 5:15 നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. മലപ്പുറത്തുള്ള എല്ലാവരും ഒരിക്കലെങ്കിലും പോയിട്ടുള്ള സ്ഥലമാണ് ഈ ഊട്ടി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആരും പോയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തു. നമുക്ക് നിലമ്പൂരിൽ നിന്ന് ഒരാളെയും കൂടിയും പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ അശ്വതി മിസ് XHOD ആണ്. അപ്പം ഞങ്ങൾ മിസ്സിന് വേണ്ടിയിട്ട് ഒരു എൻട്രി സോങ് ഒക്കെ പ്ലാൻ ചെയ്തു. ഓക്കെ, ഈ പോയിന്റ് എത്തുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾ കുറച്ച് തന്ത വൈബായിട്ട് ഫീൽ ചെയ്യും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ എല്ലാവരും 25+ ആണ്. സോ വി ആക്സെപ്റ്റ് ദാറ്റ് വി ഓൾ ആർ ഇൻ തന്ത വൈബ്. നമ്മളൊരു 2 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മസനഗുഡി വഴി ഊട്ടി, പിന്നെ അവിടെ നിന്ന് നമ്മൾ കുണൂറിലേക്ക് പോകുന്ന പോലെയാണ് ട്രിപ്പ്. അപ്പോൾ രാവിലെ നേരമൊക്കെ ഒന്ന് വെളുത്ത് വന്നു, വയറൊക്കെ ചെറുതായി വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ മലബാർ എന്ന പേരിലൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പം നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകുന്നില്ല, അതായത് കുറച്ച് സ്ഥലങ്ങളേ പോകുന്നുള്ളൂ. പക്ഷെ അത് വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ജേണി കണ്ടിന്യൂ ചെയ്തു. അപ്പം നമ്മളിനി പോകാൻ പോണത് മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ കൂടെയാണ്. നല്ല ജേണി ആയിരുന്നു കേട്ടോ. ആ റൂട്ട് ആൾക്കാർ പറയുന്നത് വെറുതെ അല്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തുമ്പോൾ അവർ നമ്മളെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. അതായത് വാട്ടർ ബോട്ടിൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, പിന്നെ പ്ലാസ്റ്റിക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ആ സ്ഥലം കാണാൻ അത്രയും ഭംഗി. അപ്പോൾ നമുക്ക് പോയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ നിർത്തി എല്ലാ സ്ഥലവും കണ്ടിട്ടൊക്കെയാണ് പോയത്. നല്ല റൂട്ടാണ്, നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 36 ഹെയർ പിൻ ബെൻഡുകൾ കടന്നിട്ടാണ് നമ്മൾ ഊട്ടിയിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി. നമ്മളുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കർണാടക പാർക്കാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഊട്ടിയിൽ ഭയങ്കര മഴയായിരുന്നു. അവിടേക്ക് പോണവരൊക്കെ തിരിച്ചു വരുന്നു, പ്ലാൻ ചെയ്തവരൊക്കെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തത്. പക്ഷേ ഞങ്ങളുടെ ലക്കിൽ വിശ്വസിച്ചു, ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ നമ്മളുടെ ഭാഗ്യം എന്ന് പറയട്ടെ, മഴ പെയ്തേയില്ല എല്ലാ ലൊക്കേഷൻസിലും. അതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയത് ശനി ഞായർ 2 ഒഴിവുള്ള ദിവസങ്ങളിലായിരുന്നു. പക്ഷേ മഴ പെയ്തില്ല. മഴയാവുമെന്ന് കരുതിയതുകൊണ്ട് എല്ലാവരും ക്യാൻസൽ ചെയ്തുകൊണ്ട് തിരക്കും ഉണ്ടായിരുന്നില്ല. പ്ലാൻ ചെയ്തു വെച്ച ഒരു ലോഡ് റീലുകൾ എടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അടുത്ത പരിപാടി. അപ്പം ഞങ്ങൾ പതിയെ അതിലേക്ക് കടന്നു. 2, 3 സ്റ്റാർട്ട് ആക്ഷൻ. ഞാൻ ആദ്യമായിട്ട് ഊട്ടിക്ക് പോകുന്നത് എൻ്റെ 7ാം ക്ലാസ്സിലത്തെ വെക്കേഷനാണ്. അപ്പം ഞങ്ങൾ അടുത്തുള്ള എല്ലാവരും കൂടി ഒരു ബസ്സൊക്കെ വിളിച്ച് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയി. അപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന പോലെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാക്സിമം സ്ഥലങ്ങൾ കാണുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പരിപാടി.
അതായത് ഇത്ര കുറച്ച് സമയം കൊണ്ട് എത്ര സ്ഥലങ്ങൾ കണ്ടു തീർക്കാൻ പറ്റുമോ അത്രയും കണ്ടിട്ട് വരിക. പക്ഷേ അതുകൊണ്ട് എന്തുണ്ടായതെന്ന് വെച്ചാൽ എനിക്ക് ആ ട്രിപ്പിൽ വലിയ ഓർമ്മകളൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഊട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് യൂക്കാലിപ്സിൻ്റെ മരങ്ങളാണുള്ളത്. അപ്പോൾ ഈ ട്രിപ്പ് ആയപ്പോൾ ഞങ്ങൾ കുറച്ച് പതുക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ഒന്നുകൂടി ഓർമ്മയിലിരിക്കും. എല്ലാവരും ചൂസ് ചെയ്യുന്ന സ്ഥലമാണല്ലോ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒഴിവാക്കിയിട്ട് അതിന് പകരം കർണാടക ഗാർഡനാണ് സെലക്ട് ചെയ്തത്. ഇവിടെ അവിടെ ഉള്ള പോലെ തന്നെ കുറേ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഏരിയയിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പൂക്കൾ കണ്ടുവരിക അത്ര ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു 1 മണി 1:30 ആയപ്പോൾ ഞങ്ങൾ പിന്നെ ലഞ്ച് കഴിക്കാൻ പോയി. അപ്പോൾ ഒരു അറേബ്യൻ തീം കൈൻഡ് ഓഫ് ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അടുത്ത നമ്മൾ പോയത് മോഡീസ് എന്ന് പറയുന്ന ഒരു കടയിലാണ്. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ മറ്റേ ഹോട്ട് ചോക്ലേറ്റും ക്രോസോണും ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. മറ്റേ സ്ട്രോബെറി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണ ആ സാധനമില്ലേ, ഹാന കൃഷ്ണൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു പരിപാടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു 6 ആൾക്കുള്ളതേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 12 പേര് കഴിച്ചിട്ട് പിന്നെ അത് ബാക്കിയായിരുന്നു. ഭയങ്കര മധുരമായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അത് മെല്ലെ പൊതിഞ്ഞെടുത്തു. പിന്നീട് എപ്പോഴെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര ഹെവി ആയിപ്പോയി, എല്ലാം കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയി. അതിൻ്റെ അടുത്തൊരു ചെറിയ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. ആ സ്ട്രീറ്റിൻ്റെ അറ്റത്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്കിപ്പ് ചെയ്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് മെല്ലെ തിരിച്ചു പോന്നു. അടുത്ത നമ്മളേടാ അടുത്തതാണ് നമ്മൾ ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ. നമ്മൾ ടോയ് ട്രെയിനിൽ കുണൂർക്ക് പോവാണ്. അപ്പോൾ ട്രെയിൻ വന്നു. ഒരു ഡ്രീമി ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണത്. നമ്മളുടെ ഇമാജിനേഷനിലെ കഥകളിലൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷനും അങ്ങനത്തെ ഒരു ട്രെയിനും. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു വിൻഡോ സീറ്റ് വരുന്ന പോലെയാണ് അഖിൽ സാർ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 150 റുപ്പീസാണ് പെർ ഹെഡ് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊരു 1 അവർ ജേണിയാണ്. നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തത്. ഒരു 5:30 to 6:30 നമ്മുടെ ജേണീൻ്റെ ടൈം ഊട്ടിയിൽ നിന്ന് കുണൂറിലേക്ക്. നമ്മുടെ സമ്മർ ഇൻ ബത്ലഹേം മൂവിയില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് ജീവിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ആ ട്രെയിനിൽ പോകുമ്പോൾ. നല്ലൊരു ജേണി ആയിരുന്നു അത് കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചത് മഴയായിരിക്കും, ആ 5:30 ആകുമ്പോൾ നമുക്ക് അത്ര സൺലൈറ്റൊക്കെ കുറച്ച് കുറവായിരിക്കുന്നായിരുന്നു. പക്ഷേ നമ്മുടെ ജേണി ഒരു കറക്റ്റ് ആ ഗോൾഡൻ അവറിലാണ് എൻഡ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു സൺസെറ്റ് പോലെയുള്ളൊരു ഇതും കാണാൻ പറ്റി. ആ കുട്ടികളെ കണ്ടിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കും, നോക്കിക്കോളി നിങ്ങളെ കുട്ടികളൊക്കെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ ചാനൽ വളരുകയാണ്. അതെ, നമ്മൾ ബുക്ക് ചെയ്തത് ഒരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ ചെക്ക് ഇൻ ടുഡേ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. നല്ലൊരു ഊട്ടി വൈബ് തരുന്ന പോലത്തെ ഒരു വീടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. രാമചന്ദ്രയിലാണ് പോയത്. രാമചന്ദ്ര അവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാണ്. അപ്പം ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് സൂപ്പ് തന്നു. എനിക്ക് സൂപ്പാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷേ സൂപ്പ് കുടിച്ചു, കൊള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വില്ലിംഗ്ടൺ പൊറോട്ട എന്ന് പറയും. അതായത് ഒരു കൈൻഡ് ഓഫ് പൊറോട്ട, അതിൻ്റെ ഉള്ളിൽ മട്ടൺ ഫില്ല് ചെയ്തത്. അത് ഭയങ്കര വയർ ഫില്ലിംഗ് ആയിരുന്നു. അതായത് അത്ര ചെറിയ പീസ് കഴിച്ചാൽ തന്നെ ഒരാൾക്ക് നിറയും. അപ്പോൾ നമ്മളൊരു ഹാഫ് പോർഷനാണ് വാങ്ങിയത്.
നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ രാമചന്ദ്ര എന്ന് പറയുന്നത്. നല്ല നീറ്റായിരുന്നു. പ്ലസ് അവിടെ കുറേ ഊട്ടീൻ്റെ കുറേ പഴയ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഊട്ടീൻ്റെ ടൗണിൻ്റെ വ്യൂ, ആദ്യത്തെ ട്രെയിൻ പോയിരുന്നത്, അങ്ങനെ കുറേ നല്ല ഫോട്ടോസ് ഉണ്ടായിരുന്നു. ധ്യാനം കൂടാൻ പോയ ദിവസം അതിന്റെ ഇടയിലൊന്നുമില്ല, എങ്ങനെ കടന്നുകൂടി? കടന്നുകൂടിയതൊക്കെ ഇല്ല, പുറകെ ഒന്നും നടന്നില്ല. നോർമൽ എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞ. എല്ലാ അറ്റംപ്റ്റും ഫെയിലായി. അതെ, ആ എഫക്റ്റ് ആയിരുന്നു. നിലനിർത്തുന്നുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്സ് ആണെന്ന്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് ജൂലൈയില് 2016 ജൂലൈയില്, ആ നവംബറില് കല്യാണം. പട്ടോ ഒന്നും ചിന്തിക്കാതെ ഒരു എന്റെ ഇതുവരെ നടന്ന ലൈഫിൽ ഒരു കാര്യം ഞാൻ ചിന്തിച്ച് പ്ലാൻ ചെയ്തില്ല. അങ്ങനെ രാത്രിയിലെ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഞങ്ങൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിലെത്തുന്ന പോലെയാണ് ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിട്ടുള്ളത്. മിസ്സുമാർക്കൊക്കെ ചെറിയ കുട്ടികളുണ്ട്, അപ്പോൾ അവരെയൊക്കെ വിട്ടിട്ട് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ വന്നതാണ്. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് ആർക്കും ഇല്ലാതിരിക്കാൻ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഹോം സ്റ്റേ രാവിലെ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ രാമചന്ദ്രൻ്റെ തന്നെ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് വന്നത്. അപ്പോൾ അവിടെ കുറേ ദൈവങ്ങളുടെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അവർ ഭയങ്കര വിശ്വാസികളായിട്ട് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ വന്നു. ഇന്ന് നെയ്റോസ്റ്റും ഉഴുന്നുവടയൊക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ബാക്കി വെച്ച റീൽസിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നും കൂടി കുണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ? എവിടെ ഫ്രീ വെച്ചാലും നല്ല ഭംഗിയാണ്. കുറച്ച് റീൽസും കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ കുണൂർന്ന് വണ്ടി കയറി. ഇനി നമ്മൾ തിരിച്ച് ഒന്നുകൂടി ഊട്ടിക്കേറ്റ പോവാണ്. പക്ഷേ നമുക്കത് കിട്ടിയില്ല. കട എന്തോ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനായിട്ടുള്ള ഡോൾഫിൻ നോസ് കാണാൻ പോയി. മഴ എന്തോ ആയതുകൊണ്ട് ഡോൾഫിൻ നോസിക്കുള്ള എൻട്രി അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഉള്ളൊരു തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് മെല്ലെ അവിടെ നിന്ന് തിരിച്ചു പോകണം. നമ്മൾ കുണൂറിന്ന് തിരിച്ച് ഊട്ടിയിലെത്തിയപ്പോഴേക്കും സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു കേരള റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ നല്ല പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഒരു കഥകളീൻ്റെയും തെയ്യത്തിൻ്റെയും ഒക്കെ നല്ല ഭംഗിയിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഊട്ടിയിൽ നിന്ന് ലൊക്കേഷൻസ് കാണാൻ പോവാണ്. അപ്പം നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പൈൻ ഫോറസ്റ്റും അടുത്തത് പൈക്കര വാട്ടർഫോൾസും. അപ്പം നമ്മളെല്ലാവരും വാട്ടർഫോൾസാണ് ചൂസ് ചെയ്തത്. അപ്പോൾ പൈൻ ഫോറസ്റ്റ് എല്ലാവരും കണ്ടതാവുമല്ലോ. ഈ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് കുറച്ച് ദൂരം നടക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങളതൊരു വണ്ടിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ശരിക്കും നമ്മളുടെ വാട്ടർഫോൾസിലേക്ക് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ വണ്ടിക്കാണ് പോയത്. 40 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ അതൊരു വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല. അതായത് ഹൈറ്റ് കുറവാണ്, വിഡ്ത്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നിട്ടാണ് പോയത്. ഇതായിരുന്നു നമ്മളുടെ ഫൈനൽ ലൊക്കേഷൻ. അപ്പോൾ ഇനി നമ്മളുടെ ട്രിപ്പ് എൻഡ് ചെയ്യാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.
തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുമാവടിരാവ് മനസാകെ നിലാവ് മലയാളച്ചുണ്ടിൽ പലരോട് അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പ് അവസാനിച്ചു. ഇനി എല്ലാവരും തിരിച്ച് വീട്ടിൽ പോവാണ്. ബൈ.